മക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും 2 ലൈനൊക്കെ എഴുതുന്നില്ലേ? സ്വരാക്ഷരങ്ങൾ ഏതാണ്ട് 12 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം പഠിച്ച അക്ഷരം വ്യഞ്ജനങ്ങളോടൊപ്പം പഠിച്ചത് ആ, ചിഹ്നമില്ല, ഒന്നാമത്തെ അക്ഷരം. എഴുതാനൊക്കെ പഠിച്ചില്ലേ നന്നായിട്ട്? പിന്നെന്താണ്? ആ മുതൽ റ് വരെ 6 അക്ഷരങ്ങൾ പഠിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ശബ്ദങ്ങൾ വ്യഞ്ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചിഹ്നം എവിടെയാണ് ഇടേണ്ടത്? വലതുഭാഗത്ത്. ഓക്കെ. അടുത്ത് നമ്മൾ പഠിച്ചത് എ, എ, ഐ 3 അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ എഴുതണം ചിഹ്നം? ഇടതുഭാഗത്ത്. അപ്പോൾ മൊത്തം എത്ര അക്ഷരമായി? 10 അല്ലേ? 11, 12 പ്രത്യേകതയുണ്ട്. ഒ, ഓ, ഓ ചിഹ്നങ്ങൾ ഇടതുഭാഗത്തും വലതുഭാഗത്തും. സ്വരാക്ഷരങ്ങളിൽ ഇടതും വലതും ചിഹ്നങ്ങൾ വരുന്ന 2 അക്ഷരങ്ങളാണ് ഒ, ഓ. അടുത്ത അക്ഷരം കാഴ്ചയിൽ ഒ എന്നുള്ള അക്ഷരത്തോടു കൂടി സാമ്യമുള്ളതാണെങ്കിലും ഇതാണ് പുതിയ അക്ഷരം. ഈ അക്ഷരമാണ് ഔ. ഈ അക്ഷരം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ പഠിച്ച ഈ, പിന്നെ ഊ, 2 ചിഹ്നങ്ങൾക്കും 2 സ്വര അക്ഷരങ്ങളുടെയും ചിഹ്നവും ഈ ചിഹ്നവും ഓയോടുകൂടി ആ ചിഹ്നം തന്നെയാണ് ചേർത്തേക്കുന്നത്. പക്ഷേ ഈ ചിഹ്നം വന്നപ്പോൾ ഇതിനൊരു പേരും കൂടി കിട്ടി. എന്താന്നാ? നമ്മൾ ഈ എന്നുള്ള അക്ഷരം എഴുതാൻ ഈ എന്നുള്ള അക്ഷരത്തോടു കൂടി ഈ ചിഹ്നം ചേർത്തു, ഈ എഴുതി. പക്ഷെ ആ ഈ എന്നുള്ള ശബ്ദം വ്യഞ്ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച ചിഹ്നം ഏതാ? കെട്ടുവള്ളി അല്ലേ? ഊ എന്നുള്ള അക്ഷരവും എഴുതിയപ്പോൾ നമ്മൾ ഈ ചിഹ്നം തന്നെയാണ് ചേർത്തത്. ഊവിനോടുകൂടി ഈ ചിഹ്നം ചേർത്ത് ഊ എന്നെഴുതി സ്വരാക്ഷരം. ഊ എന്നുള്ള ശബ്ദം സ്വരങ്ങൾക്ക് കൊടുത്തപ്പോൾ കൊടുത്ത ചിഹ്നം ഏതാ? ഊകാരമാണ് അല്ലേ? ഇവിടെ ഔ എന്നുള്ള അക്ഷരത്തിന് നമ്മൾ കൊടുത്ത ആ ചിഹ്നം, നമ്മൾ സാധാരണ ആ ചിഹ്നം വ്യഞ്ജനങ്ങൾക്ക് ഔ ശബ്ദം കൊടുക്കുമ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ അക്ഷരം മാത്രം ടീച്ചർ പഠിപ്പിക്കുന്നത്. ഈ അക്ഷരത്തിനും ഈ ചിഹ്നത്തിനും ഉള്ള പ്രത്യേകത മനസ്സിലായില്ലേ? വലതുഭാഗത്ത് തന്നെ, അക്ഷരങ്ങളുടെ വലതുഭാഗത്ത് തന്നെയാണ് ഈ ചിഹ്നം ചേർക്കേണ്ടത്. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഈ ചിഹ്നവും ഈ അക്ഷരവും ഇതുമായിട്ട് സാമ്യമുള്ള ശബ്ദം കൊടുക്കുന്ന അക്ഷരങ്ങളും എഴുതണമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഓ പഠിച്ചു, ഈസിക്ക് പഠിച്ചു. ദേ ഓ, ഓ. ഈ ചിഹ്നം എന്താണെന്നറിയാല്ല? ദീർഘം. ഓക്കെ, അതുപോലെ തന്നെ ഓ എഴുതുക. പുതിയ ചിഹ്നം. പുതിയ ചിഹ്നം എന്ന് വെച്ചാൽ ഓയോടുകൂടി പുതിയ ചിഹ്നം. ഇത് ദീർഘം, ഇത് പുതിയ ചിഹ്നം. ആ ചിഹ്നത്തിൻ്റെ പേര് നമ്മളിപ്പോൾ പറയും. ഈ അക്ഷരം ഔ. നമ്മൾ 2 ലൈൻ എടുത്തിട്ട് 3 പ്രാവശ്യം ഔ എഴുതി. സാധാരണ ഔ എന്നുള്ള അക്ഷരം പഠിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്ക് ഔഷധം എന്നാണ്. ഔഷധം എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചിഹ്നം നമ്മൾ പഠിക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലേ പഠിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഔ എന്നുള്ള 3 പ്രാവശ്യം എഴുതുക. തൽക്കാലം നമ്മൾ വാക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഒരു പ്രശസ്തയായ തമിഴ് കവിയത്രിയുണ്ട്, ഔവയാർ. അത് വേണമെങ്കിൽ എഴുതാം. ഔ 3 പ്രാവശ്യം എഴുതുക. ഔവയാർ എന്ന് എഴുതണമെങ്കിൽ 2 പ്രാവശ്യം വ. അപ്പോൾ ആ ചിഹ്നമാണ് ഇത്, ഉവ്വ. ഔവയാർ ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമ്മൾ ഔട്ട് പറയല്ലേ, ഔട്ട്. 2 ട ഒപ്പം ചേർന്ന് വരുമ്പോൾ ട കൂട്ടക്ഷരം, അത് ഉവ്വ. ഔട്ട് എന്നൊക്കെയുള്ള നമ്മൾ ക്രിക്കറ്റ് കളിയിൽ പറയുന്ന വാക്ക്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാം. അതിനുശേഷം നമ്മൾ തുടർന്നുള്ള ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ചിഹ്നവും കൂടി പഠിക്കാനുണ്ട്. സ്വരാക്ഷരങ്ങളിലൊരു ചിഹ്നം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഔഷധം എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? നമ്മൾ എല്ലാ അക്ഷരങ്ങൾക്കും, എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും എന്ത് കൊടുക്കണം? ഈ ചിഹ്നം കൊടുക്കണം. അപ്പോൾ നമ്മൾ ക എന്നുള്ള അക്ഷരത്തിന് കൊടുത്തു, ക. അപ്പോൾ ഈ ചിഹ്നത്തിൻ്റെ പേര് ഔചിഹ്നം. ഇത് കെട്ടുവള്ളി, ഇത് ഊകാരം, ഇത് ഔചിഹ്നം. അപ്പോൾ ആ ചിഹ്നം സ്വന്തമാക്കിയത് ഔ ആണ് അല്ലേ? ഔ ചിഹ്നം. അപ്പോൾ കൗരവർ, കൗസല്യ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ കൗരവർ, കൗരവർ കേട്ടിട്ടില്ലേ നിങ്ങൾ? കൗരവർ. ചൗരിയാൽ, ടൗവൽ. പിന്നെ താവച്ചാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 1000. നമ്മൾ മലയാളീകരിക്കുമ്പോൾ അത് എഴുതാം. കൂടുതൽ ഇതിന് ഇംഗ്ലീഷ് ഇടുന്നത് റൗഡി, പ്രൗഡ് അല്ലേ? പിന്നെ ചേർന്നെങ്കിൽ സൗഭാഗ്യ, സൗരവ് ഗാംഗുലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതെല്ലാം
അപ്പോൾ എല്ലാ അക്ഷരങ്ങൾക്കും ഈ ചിഹ്നം കൊടുക്കുക. പരമാവധി വാക്കുകൾ നിങ്ങൾക്ക് പഠിച്ച അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതി ചേർക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച ഒരേ ഒരു അക്ഷരം ഏതാണ്? ഔ. ഔ എന്നുള്ള അക്ഷരവും ആ ചിഹ്നവും, ഔ ചിഹ്നവും. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 കാര്യങ്ങളും കൂടി സ്വരാക്ഷരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനുണ്ട്. 2 ചിഹ്നങ്ങൾ പ്രത്യേകിച്ച്, അല്ലേ? 13 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 12 ചിഹ്നങ്ങളും 12 രീതിയിൽ. അപ്പോൾ അത് ഉറപ്പിക്കുക മനസ്സിൽ. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ പുതിയ ഭാഗം. അതോടുകൂടി നമുക്ക് സ്വരാക്ഷരങ്ങളുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.